ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 160 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങളിൽ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളുടെ സഹായത്താൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 4436 പേരാണ്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, തേയില, മധുരം, വെള്ളം എന്നിവയാണ്. ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. എൻ്റെ അടുക്കളയാണ് കാണുന്നത്. അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നുള്ള സംവിധാനങ്ങൾ, അതിനുള്ള സാമഗ്രികളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൊത്തത്തിലൊരു കാഴ്ച അതിനുശേഷം അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ചായപ്പൊടിയാണ്, അതായത് തേയില, ലിപ്റ്റൺ കമ്പനിയുടെ. ഇത് ചെരുവൻ. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു, ചെരുവത്തിലേക്ക് ഒഴിക്കുന്നു. അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞതിൽ ആദ്യം ഇഞ്ചി അതിലേക്ക് ഇടുന്നു. പിന്നെ കറുവാപ്പട്ടയുടെ പൊടി, അടുത്തതായിട്ട് ഏലയ്ക്ക. ഈ 3 സാധനങ്ങൾ, ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, ഈ 3 സാധനങ്ങൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിൻ്റെ പുറത്ത് വയ്ക്കുന്നു. ഇലക്ട്രിക്കൽ, അതായത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്ത് വയ്ക്കുന്നു. അത് 2 മിനിറ്റ് സമയമാണ് ഇത് തിളയ്ക്കുന്നതിന് ആവശ്യമുള്ളത്. അപ്പോൾ തിളയ്ക്കുന്നവരെ നമുക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പം തിളയ്ക്കുന്നവരെ നമുക്ക് സംസാരിക്കാം. ഈ കട്ടൻ ചായയുടെ 160 അധ്യായമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ബ്രേക്കായി പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എല്ലാം സ്മൂത്തായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ എഡിറ്റിങ്, റെക്കോർഡിങ് ആൻഡ് എഡിറ്റിങ്, അതെല്ലാം ഇച്ചിരി വിഷമം വരും. സമയത്തിൻ്റെ ഒരു പോരായ്മ, പരിചയക്കുറവ്. പിന്നെ ഇതെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ്. ഡെയിലി നമ്മളിതിനകത്തൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടില്ലെങ്കിൽ നമ്മളതിൻ്റെ നമ്മളെ എല്ലാവരും മറന്നു പോകും. പിന്നെ ഇത് ഒരു പ്രാർത്ഥനയാണ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ദിവസം തുടങ്ങുമ്പം ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം തുടങ്ങുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണിത് നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത്. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് പോവില്ല. ഇത് ലോഡ് ചെയ്യാനായിട്ട്, അതായത് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് അപ്ലോഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇത് ഡിസ്കണ്ടിന്യൂ ആയി പോണത്. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഇതിന് ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ഇത് ചെയ്യാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. വെള്ളം തിളച്ച് വരാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇത് ഈ സബ്സ്ക്രിപ്ഷനെ പറ്റി പറയാനുള്ളത്, എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഈ വീഡിയോകളിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇട്ടാൽ മതി. അത് നേരത്തെ മുതൽ ഞാൻ പറയാറുള്ളതാണ്. അങ്ങനെ പലർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ആരും നമ്മളങ്ങോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതായത് പുതിയൊരാളെ നമ്മൾ കാണുമ്പോൾ ആ പുതിയൊരാളിന്, അതായത് നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലാതെ വേറൊരാൾ നമ്മൾ അതിൻ്റെ കമൻ്റ് ഇടുമ്പോൾ ആ കമൻറ്റുകാരനെ നമ്മൾ നോക്കിയിട്ട് അവർ യൂട്യൂബറാണെങ്കിൽ അവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊരു നല്ല നയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മളങ്ങനെ ചെയ്യുന്ന കാരണം അവരെ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിരിക്കുകയാണ്. 58 മിനിറ്റ് അതിന് സമയം കാണിക്കുന്നത്. അതായത് 2 മിനിറ്റ് ഇപ്പോൾ സമയമായി. 60 പിന്നെ 58ആയി. ഇനി നമുക്കതിലേക്ക് അത് ഓഫ് ചെയ്തിട്ട് പൊടിയിടണം. അപ്പോൾ തേയില എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് വന്ന് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് എൻ്റെ സ്വിച്ചിലേക്ക് പോകുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഇനി അത് ആ തേയില അതിലേക്ക് ഇടുകയാണ്.
ഇട്ടതിന് ശേഷം അത് മൂടി വയ്ക്കണം. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് അത് മൂടി വയ്ക്കുകയാണ്. അതിന് 2-3 രീതിയുണ്ട്. 2 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്. അത് മീഡിയം, ലോ, മീഡിയം, ഹൈ, അങ്ങനെ 3 സിസ്റ്റം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പഞ്ചസാര രഹിത മധുരം നമ്മൾ ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് ഇടുകയാണ്. ഫിൽറ്റർ ചെയ്യുന്നതിലേക്ക് ഇടുമ്പം അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ ചായ അങ്ങോട്ട് ഒഴിക്കുമ്പം ചായക്ക് മധുരം കിട്ടും. അപ്പം അതിൻ്റെ അത് ആ ഫിൽറ്റർ എടുത്ത് വെച്ചു. നെക്സ്റ്റ് അതായത് 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറക്കും. ചായപാത്രം തുറന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ 5 മിനിറ്റായി, ചൂടുള്ളതാണ്, അതുകൊണ്ട് കൈ കൊണ്ട് എടുക്കാൻ മേല. അതുകൊണ്ട് പിടിക്കുന്ന ആ സാധനം ചിമിട്ടി കൊണ്ടത് പിടിക്കാം. ചിമിട്ടി കൊണ്ടത് പിടിച്ചൊന്ന് ഇളക്കി നല്ല, അതായത് ഇപ്പം അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല കറുവാപ്പട്ടയുടെ, ഏലക്കായുടെയൊക്കെ നല്ല സ്മെല്ല്, ഇഞ്ചിയുടെയൊക്കെ ഉഗ്ര സാധനമാണത്. കുടിക്കാനായിട്ട് നല്ല ഇതാണ്. അതായത് നമ്മളിത് ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഈ കട്ടൻ ചായ കുടിക്കുന്നതുകൊണ്ട് നല്ലതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇനി ആ കപ്പിലേക്ക് ഒഴിക്കണം. കപ്പെടുത്തു, കപ്പിലേക്ക് ഒഴിക്കണം. നല്ല കളറുണ്ട് അതിന്. കപ്പിലേക്ക് എടുത്തിട്ട് ഇവിടെ നമ്മൾ അടുത്ത റൂമിലേക്ക് പോയി, അതായത് ഇവിടെ ബൈബിള് വയ്ക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതിന് സജ്ജീകരിച്ചിട്ടുള്ള ടേബിളിൻ്റെ പുറത്ത് എത്തി. ഭക്തി ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ഇന്നത്തെ നമുക്ക് ബൈബിളിൽ നമുക്ക് വായിക്കേണ്ട വചനം കിട്ടുന്നത് ഫാദർ മാത്യു വാലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ജൂലൈ 19-ാം തീയതി നടന്ന ഫംഗ്ഷനിൻ്റെ വചനമാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 21-ാം അധ്യായത്തിൽ 14, 15, 16, 17, 19 എന്നീ വചനങ്ങളാണ്. അതാണ് ബൈബിളിൽ ഇപ്പോൾ അത് തുറന്ന് നോക്കിയിട്ട് കാണുന്ന ഭാഗം അതാണ്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായം. അപ്പോൾ അത് നമുക്ക് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബിളിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ വായിക്കേണ്ടത്. 21-ാമത്തെ അധ്യായം വായിക്കണം. അത് ഞാൻ വായിക്കാം. ഉൽപ്പത്തി അധ്യായം 21. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്ത് മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബെർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി, കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലം ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്ന് കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവളൊരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്. ശുഭം. ഗുഡ് ലക്ക്.